ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഈസ് വെരി വെരി സ്പെഷ്യൽ ടു മീ. ഇത്രയും വർഷത്തെ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഒരു വലിയ ഫലം എന്ന് പറയുന്ന ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ വ്ളോഗ് വരുന്നതോടുകൂടി അത് നടക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതായത് അങ്ങനത്തെ ഒരു ഹോപ്പിൽ ചെയ്യുന്നൊരു വ്ളോഗാണിത്. അപ്പോൾ അതായത് ഇതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന ജുനീദൊക്കെ ഇപ്പം ഞെട്ടി ഒരു വിധമായിട്ട് ഇരിക്കുകയാണ്. ജുനീദ് കാണിച്ചത് ഇന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. അതായത് ആ സംഭവം ഇപ്പൊ ഈ വ്ളോഗ് വരുന്നതോടുകൂടി എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അതായത് ഇൻസ്റ്റഗ്രാം തുടങ്ങിയപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതേ ഇൻസ്റ്റഗ്രാം നമ്മുടെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. എന്റെ മോനെ, ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇരിക്കണ സമയത്തുണ്ട്, ഞാൻ റിക്വസ്റ്റ് വെറുതെ ഇങ്ങനെ പോയി റിക്വസ്റ്റ് സ്ക്രോൾ ചെയ്തപ്പോൾ ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് മെസ്സേജ്. എടാ, ഫസ്റ്റ് നമ്മളത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കില്ല ഇതെന്താ അത് ഉള്ളതാണോ എന്നുള്ളൊരു തോട്ട് ഉണ്ടാവില്ലേ. ഞാൻ നോക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊരു മെസ്സേജ്. ഞാൻ പിന്നെ റീഫ്രഷ് ചെയ്തു, ഇത് ഇൻസ്റ്റാഗ്രാം തന്നെ അല്ലേ. എന്നിട്ട് ഞെക്കിയപ്പോൾ ഉണ്ട് ഇത് 600 മില്യൺ ഫോളോവേഴ്സ് ഉള്ള പേജ്, അതായത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒഫീഷ്യൽ പേജ്. അതിന് നേരെ മെസ്സേജ് വന്നിക്കുക. അതായത് നിങ്ങൾ വീഡിയോ ഒക്കെ നമുക്ക് ഇഷ്ടമാണ്, എന്താണ് നിങ്ങളൊരു വീഡിയോ നമുക്ക് വേണ്ടി ചെയ്യാം, നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്യാതെ. ഞാൻ അയ്യോ എന്നോടോ ബാല, ഞാൻ എപ്പോഴും റെഡി, നിങ്ങൾ റെഡിയാണോ? എനിക്കാണെങ്കിൽ അത് കേട്ടപ്പോൾ എനിക്ക് ആരത്ത് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അതായത് എനിക്ക് ഏറ്റവും ഭയം എന്താ വെച്ചാൽ ഇപ്പം അതൊക്കെ ചെയ്തെങ്കിൽ പോലും, അവരൊക്കെ അയച്ചെങ്കിൽ പോലും, ഇത് നമ്മളെ ഇടയ്ക്ക് ഇപ്പം നിങ്ങളാണെങ്കിൽ എനിക്ക് അയക്കണമെങ്കിൽ നമ്മളെ ഇടയ്ക്കുള്ള ടേംസ് ഒക്കെ കറക്റ്റ് ആയിട്ട് വേണ്ട അത് പോസ്റ്റ് ആവാൻ. അപ്പം ഇനി ആരത്തേലൊക്കെ പറഞ്ഞിട്ട് അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് ഒരു ഇടങ്ങേറ്. അതായത് ഇപ്പോൾ ആ സംസാര രീതികളൊക്കെ ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തിക്കണം. അപ്പോൾ ഫൈനൽ സ്റ്റേജിൽ എത്തിയപ്പോൾ ഏകദേശം ഒരു 90% നടക്കുന്ന രീതിക്ക് എത്തിക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളടുത്ത് ഇത് 2 ദിവസം ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. 2 ദിവസം മുമ്പ് ഈ വ്ളോഗും നിങ്ങളടുത്ത് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ വ്ളോഗിൽ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സിനോട് പലയിടത്തും ഞാൻ പറഞ്ഞിട്ടില്ലത്. അപ്പോൾ ഫ്രണ്ട്സിനോട് പലരോടും പറയുന്ന ഒരു സീനുകളാണ് ഈ വ്ളോഗിലുള്ളത്. അവരുടെ റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെയാണ് ഈ വ്ളോഗ് മെയിനായിട്ടുള്ളത്. അപ്പോൾ റമദാൻ മുബാറക്ക്, അത് പറയാൻ പറഞ്ഞു, റമദാൻ മുബാറക്ക്. അപ്പോൾ എല്ലാ റമദാൻ എല്ലാവർക്കും റമദാൻ ആശംസകൾ. എനിക്കെന്താ വെച്ചാൽ ഈ ഒരു ഇപ്പൊ ഇവന്റെ റിയാക്ഷൻ ഞാൻ ഞെട്ടി. ഞാൻ ചുമ്മാ കാണിച്ചു കൊടുത്തു, ഞാൻ ഫോണിലെടുത്തിന്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു അത് ആക്ച്വലി വ്ളോഗിലെടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവൻ കിടന്ന് തുള്ളിന്ന് ഇവൻ ഇങ്ങനെ കാണിക്കുക, കാലൊക്കെ വിറക്കണ്ടാളിയാ. കാരണം എന്താ വെച്ചാല് ഇവന് ഇന്റെ ഒപ്പം പണ്ട് മുതലേ ഇവൻ കാണുന്നതാണ്. ഞാൻ ചെറിയ ഫോണിൽ എഡിറ്റ് ചെയ്ത് തുടങ്ങുന്നത്. അതായത് ഫോൺ ചിലപ്പോൾ സ്റ്റക്കായിട്ടാണെങ്കിലും വീഡിയോ എഡിക്കാൻ പറ്റാത്തത്, വേറെ ആളുടെ ഫോൺ ചോദിക്കണത്. പല സാഹചര്യത്തിൽ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്താണ് ആ സമയത്ത് ഐഫോൺ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരൻ ഷബീബും ഇവരെ കൂടിയിട്ട് ഇങ്ങനെ ഒരു സമയത്ത് ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കാൻ അവൻ ഉറങ്ങി എണീക്കുന്നതിന് മുമ്പ് അവൻ്റെ വീട്ടിൽ പോയിട്ട് ജനലിൽ കൂടെ ഫോണൊക്കെ ചോദിച്ച് ആ ഫോണിൽ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നേരെ നമ്മൾ ഒരു 3-4 ഡ്രസ്സൊക്കെ ഇട്ട് പോയി. ആ ഡ്രസ്സൊക്കെ മാറ്റി, എന്നിട്ട് ഒരു ഡ്രസ്സിൽ ആ ലൊക്കേഷനിൽ ഫോട്ടോ എടുത്തിട്ട് മാറ്റിയിട്ട് പിന്നെ അവിടെ നിന്ന് തന്നെ ബാഗിൽ ഡ്രസ്സ് മാറ്റി അപ്പുറത്ത് ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ ഒരു ബാഗിൽ 4-5 ജോഡി ഡ്രസ്സായിട്ട്, അതായത് ആ ഒരു മാസത്തേക്ക് പോസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് പോയി എടുത്ത സമയങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എന്നിട്ട് ആ എക്സ്റ്റെൻഡ് ചെയ്ത് ഫോണൊക്കെ ആക്കും. എന്നിട്ട് രാവിലെ എണീക്കുമ്പോഴത്തേനും അവൻ്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് അവനക്ക് തന്നെ കൊടുക്കും. അങ്ങനെയൊക്കെ പോയ കാലങ്ങളിൽ ജുനൈദിന് അറിയാം. അതുകൊണ്ടാണ് ജുനൈദിന് നമ്മള് ഫസ്റ്റ് തുടങ്ങിയത് ഒരു MI ഫോണ്, ഒരു ബ്ലാക്ക് കുറവുണ്ട്. MI നമ്മൾ ബീച്ച് വീഡിയോ എടുത്ത് തുടങ്ങിയത് ക്രിസ്ത്യാൻ്റെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പോക്കോ വന്ന്, പിന്നെ എക്സസ് വന്ന്, പിന്നെ വന്നിട്ട് 50 ആണ്, പിന്നെ 50, ഇപ്പൊ 70. ആ ഒരു മൊമെന്റ് പറഞ്ഞ പാട് എന്റെ മൈൻഡിൽ ഫസ്റ്റ് അതൊക്കെ ഉണ്ട് മിന്നിപ്പോയി. നമ്മളാ ബീച്ചിൽ പോയത് MIയിലോ ഹാങ് ആയിട്ട് കുറെ നേരം ഇരിക്കും, ഒരു കുറെ നേരം തോണ്ടു, പിന്നെ റെഡി ആയി വീണ്ടും നിർത്തും, ആ ഫ്രെയിം വീണ്ടും എടുക്കും. അതൊക്കെ പെട്ടെന്നൊരു മിന്നായി പോയ ആ ഫ്രെയിം ഒക്കെ വന്നു അതൊക്കെ മിന്നായി പോയി പോയിക്കൊണ്ടിരിക്കുക. സത്യമാണ്, ഇൻസ്റ്റഗ്രാമാണ് അത് കോളേജ് വീണ്ടും നോക്കുക, ഇൻസ്റ്റാഗ്രാമിന്റെ ഒഫീഷ്യൽ പേജാണ്, വീണ്ടും നോക്കുക. പിന്നെ പറഞ്ഞപ്പോ ജാതി ഷോക്ക്, കാലിന്റെ വരപ്പുള്ള മെസ്സേജ് ഡയറക്റ്റ് കാണിച്ചു കൊടുത്തു. ഇവൻ വിശ്വസിക്കുന്നില്ല. ഞാൻ എടാ അത് നോക്ക് ഞാൻ കറക്റ്റ് കാണിച്ചു കൊടുത്തവർക്ക്. അപ്പോൾ ആ ഷോക്കിലാണ് ജുനൈദും അതേ ഷോക്കിലാണ്. അപ്പോൾ അതായത് വീട്ടുകാരത് എനിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ വീട്ടുകാർ ഞാൻ ഫോണിലെടുത്തത്, അതായത് ഫോണിൽ നിന്നുള്ളത് ഉദ്ദേശിച്ചത്, അതായത് റീൽ ടൈപ്പുള്ള സാധനം എടുത്തത്. അപ്പോൾ എനിക്ക് വ്ളോഗിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ എന്തായാലും വീട്ടുകാർ വന്നിട്ട് അവരുടെ അടുത്ത് ചോദിച്ചിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതൊന്നും അറിയാത്ത കുറച്ച് നമ്മളെ പ്രിയ കൂട്ടുകാരുണ്ട്, അവരുടെ അടുത്തൊക്കെ ഒന്ന് അവതരിപ്പിക്കണം. അപ്പോൾ എന്താ ഒന്ന് കണ്ടു നോക്കാം. ചിലപ്പോൾ ഇതൊരു വലിയ വ്ളോഗാവും, ചിലപ്പോൾ ഇതൊരു ചെറിയ വ്ളോഗാവും. അപ്പോൾ ഓരോരുത്തരുടെ റിയാക്ഷൻസ് നമുക്ക് പതിയെ പിടിക്കാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് മെസ്സേജ് അയച്ച കറക്റ്റ് കാണിച്ചു തരാം. ഇൻസ്റ്റാഗ്രാമിൻ്റെ മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫോക്കസ് ഉണ്ടോ ഇവിടേക്ക്? ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒഫീഷ്യൽ പേജ് കേട്ടോ. ഇതിന്നൊരു ദിവസം എനിക്ക് റിക്വസ്റ്റ് വന്നപ്പോൾ ഞാൻ നോക്കിയിരുന്നു. ഇതാണ് ഫസ്റ്റ്
ഫസ്റ്റ്, ഹായ്, my name is Necha and I work on the Instagram editorial team. We love your reels and would like to discuss a potential opportunity to be featured on the Instagram page. ഇത് ഞാൻ ഇങ്ങനെ വായിച്ചു എനിക്കറിയില്ല നിങ്ങളടുത്ത് എങ്ങനെ പറയാന്ന്. ഒരു പ്ലാറ്റ്ഫോമിൽ കേരളം, ഇന്ത്യ, ത്രൂ ഔട്ട് ദ വേൾഡ് മൊത്തം ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അണ്ടറിൽ നിന്നിട്ട് ആ പ്ലാറ്റ്ഫോമിൻ്റെ അണ്ടറിൽ വീഡിയോ ചെയ്തിട്ട് കുറേ ക്രിയേറ്റേഴ്സിന് അതിനൊരാളെ, അത് കേരളത്തിൽ നിന്ന് മലപ്പുറം, പൊന്നാനി പാലപ്പെട്ടിയിൽ നിന്ന് പിക്ക് ചെയ്ത് ഒരാളെ പിക്ക് ചെയ്ത് ഇത്രയും വലിയ 700 മില്യൺ ഉള്ള പേജിൽ പോസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എനിക്കിപ്പോഴൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോ ഇൻഷാല്ലാ. അപ്പൊ ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് ഈ വീഡിയോ വരുമോന്ന് എനിക്കൊരു ടെൻഷൻ ഉണ്ട്. അതായത് എനിക്കറിയില്ല, അത് വരട്ടെ ഇൻഷാല്ലാ. നിങ്ങളും പ്രാർത്ഥിക്കുക. അതായത് ഇത് എന്തായാലും ഇപ്പൊ ഇത് കേട്ടാൽ വരുന്നുണ്ടാവും, എന്നാലും പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥനയിൽ ഇനി ഉൾപ്പെടുത്തുക. അപ്പൊ ഇനി ഓരോരുത്തരുടെ റിയാക്ഷൻസിലോട്ട് കടക്കാം. അപ്പൊ സുഹൃത്തുക്കളെ, അടുത്ത മെമ്പറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ആഫിൽ എന്താ സംഭവം കൂടി അറിയില്ല. അപ്പൊ നമ്മള് കാര്യം അവതരിപ്പിക്കാൻ പോണ്. അപ്പൊ എന്താ വെച്ചാലേ, നമ്മളിപ്പോ എവിടെ പോടാ, ഒരു ചാവക്കാട് അവിടെ ഒരു ഫുഡിന് സ്പോട്ട് ഉണ്ട് പറഞ്ഞു. അപ്പൊ അവിടെ ഫുഡ് കഴിക്കാൻ പോകണം. അപ്പൊ ഗ്യാപ്പിൽ നമ്മൾ അടുത്ത ആളെയും കൂടിയും ചോദിക്കാൻ നിൽക്കണം. അപ്പൊ എന്താ വെച്ചാല് ആഫിലെ, ഞാൻ ഒരു സംഭവം ഇന്റെ ഇതിലൊരു കൊളാബറേഷൻ വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമില്. അപ്പൊ ഞാനൊരു ടീമിനായിട്ടാണ് കൊളാബറേറ്റ് ചെയ്യണത്. അപ്പൊ ആരാന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? എന്താ പറയാ, അറിയോ, വ്ളോഗൊക്കെ എടുത്ത് ഇങ്ങനെ ചോദിക്കുമ്പോഴേ ഭയങ്കര ഹൈപ്പിലാവും. ഒന്നാമത് നടന്മാരാവണം. അല്ല, കേരള ഫസ്റ്റ് ചാൻസ് കഴിഞ്ഞു. കേരളല്ല അവൻ ഓർത്തിക്ക അങ്ങനൊന്നുമില്ല. കേരളല്ല. അന്നത്തെ വരുന്നല്ല നമ്മുടെ അവിടെ നോക്കട്ടോ. ആരാവും? അമിതാഭ് ബച്ചന്റെ അടുത്തിട്ടാ. അമിതാഭ് ബച്ചനാട്ടാണോ? അമിതാഭ് ബച്ചൻ എന്തത്? ലാസ്റ്റ് ചാൻസ്. ഇനിയിപ്പോ ആരാ? ഒരു ബ്രാൻഡാണ്, ഒരു ബ്രാൻഡാണ്, ഇന്ത്യന്റെ പുറത്താണ്, ഇന്ത്യന്റെ പുറത്തുള്ള ഒരു ബ്രാൻഡ്. ഇന്ത്യയിലൊക്കെ ഉണ്ട്. സർപ്രൈസ് ആയിട്ട് കാര്യം ലാസ്റ്റ് ചാൻസ്. ഇടക്കറിയില്ല കാര്യം പറയണ. അതായത് പറയല്ലേ, നമ്മള് കൊളാബറേറ്റ് ചെയ്യുന്ന ബ്രാൻഡ് ഇൻസ്റ്റഗ്രാം. എന്തായിട്ട് ഇതേ നെട്ടിലാണ് ഇവനിക്കുണ്ടായത്, അതേ നെട്ടിലാണ് എനിക്കുണ്ടായത്. എന്താ പോടാ ഇതെപ്പോ ഇതെങ്ങനെ ദോരിക്ക് മെസ്സേജ് അയക്കലുണ്ടായി. അതായത് ഞാൻ കാണിച്ചരാം. അതായത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ട് കേരളത്തിന് അല്ല ഗൾഫിന് മറ്റെന്താ സാധനം ചെയ്തല്ലോ. അപ്പൊ അതിന്റെ ബന്ധപ്പെട്ടാന്ന് വിചാരിച്ചല്ലേ. ഇൻസ്റ്റാഗ്രാമിന്റെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ മെസ്സേജ്. മിസ്റ്റർ മുഹമ്മദ് ഞാൻ ഇനിയിപ്പോ എന്താ വെച്ചാൽ ഇത് ഓരോരുത്തരുടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോ അത് ആദ്യം മുതൽ പറയണ പോലെ നിങ്ങൾക്ക് അത് ഒരു 10 വട്ടം കേൾക്കണ പോലെ. പക്ഷെ എന്താ വെച്ചാല് പോസ്റ്റ് വരെ വീണിട്ടില്ല. ഞാൻ എന്താ വെച്ചാല് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമേ പറയുന്നുള്ളൂ. എന്താ വെച്ചാൽ ഇനി പോസ്റ്റ് വീണില്ലെങ്കിൽ ആ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്കും എനിക്കും സങ്കടം മതിയല്ലോ. അടുത്തൊരു സാധനം ആവും എന്ന് വിചാരിക്കണം. അതെന്താ പോസ്റ്റ് വീണിട്ടില്ല, അവരൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പോസ്റ്റ് ആവുന്ന ഒരു പ്രതീക്ഷ ഉണ്ട്. പക്ഷെ ഇനി അത് വീണിലേക്ക് സങ്കടമാവും. പക്ഷെ വീണതിന് മുമ്പ് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറയണമെന്ന് എനിക്ക് തോന്നി. ഇനിയിപ്പോൾ കുറച്ച് ആൾക്കാർ ഇനിയിപ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ള കുറേ ആൾക്കാർക്ക് ചെറുങ്ങനെ അറിയാം. ഞാൻ അന്ന് ഗ്രൂപ്പിലിട്ടീന്. അപ്പോൾ അറിയാത്തവര് ആയിട്ടുള്ള കുറച്ച് പേരും കൂടി ഉണ്ട്. അവരെ റിയാക്ഷൻസും കൂടി എടുത്തിട്ട് നമുക്ക് എല്ലാവരും നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാവരുടെ കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ പകരം നമ്മൾ അടുത്ത ആളെ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, അജുവത്. അതായത് ഇത് ചിലപ്പോൾ നേരെ ചോദിക്കല്ലേ, അതായത് നമ്മളെ അടുത്ത കൊളാബറേഷൻ ആരായിട്ടാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ വെച്ചപ്പോ കൊറേ ആൾക്കാരില്ലേ. അതായത് എന്തിനെ ബന്ധപ്പെട്ട ഒരു ബ്രാൻഡാണ്. ഏത് ബ്രാൻഡാന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഒരു ക്ലൂം കൂടി കൊണ്ട. നമ്മളെ ഡെയിലി ലൈഫിലുള്ള ഒരു ബ്രാൻഡാണ്. അതായത് ഇപ്പൊ സൽമാൻ ബാക്കി നിൽക്കുന്നു കേട്ടോ. അപ്പോൾ സൽമാൻ കാണിച്ചേ, സൽമാൻക്ക് അറിയാം നേരത്തെ തന്നെ. അപ്പോൾ അതാണ് സൽമാനോട് ചോദിക്കാണ്ടിരുന്നത്. അപ്പോൾ നമ്മളെ അതായത് ഇത് കൊളാബറേഷൻ ഒന്നും ആയിട്ടില്ല. അപ്പോൾ അതിന് മുമ്പ് എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ അടുത്ത് മാത്രം ചോദിക്കുന്ന സംഭവമാണ്. അപ്പോൾ
നമ്മൾ അടുത്ത കൊളാബറേഷൻ ആരായിട്ടാണ്? ഫസ്റ്റ് ഗസ്. എന്നാലും എന്താണ് സാധനം എന്താ? അവിടെ ഒരു വീഡിയോ ആണ്, എൻ്റെ വീഡിയോ. ലൈക്ക് എൻ്റെ സ്ക്രിപ്റ്റ് വല്ലോ അങ്ങനെ എന്താ? അങ്ങനൊന്നല്ല എടാ, ഒരു ബ്രാൻഡിനായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്യില്ലേ, അങ്ങനത്തെ ഒരു സംഭവം. ബ്രാൻഡ് ഗസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ടോ? 4 ഓപ്ഷൻസോ? ഇല്ല, ഈ ഗസ് ചെയ്യണം. എനിക്കിതൊരു ഒരു പിടിയില്ല എന്താ പറയണത്. എടാ, നമ്മള് ഡേ ടു ഡേ ലൈഫില് ഒരു ബ്രാൻഡാണ്, നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാ. ഗസ് ചെയ്. മുത്തേ കൺഫ്യൂസ്ഡ്. മുത്തേ ഓപ്ഷൻ പറഞ്ഞോ. എന്നാ എനിക്ക് ഒരൊറ്റ ഓപ്ഷൻ ഉള്ളൂ, ഞാൻ ഉത്തരം പറയാം. അന്നൊന്ന് പറയും. ഒരു ബ്രാൻഡ് ഗസ് ചെയ്ത് പറഞ്ഞു. കേരളത്തിന് പുറത്താ, പക്ഷെ കേരളത്തിലൊക്കെ ഉള്ള ബ്രാൻഡ് തന്നെ. ഇല്ല നേരം 3 മണി. കത്തൂല. എന്നാ ഒരു ഇന്റർനാഷണൽ ബ്രാൻഡാ, പക്ഷെ കേരളത്തിലും എല്ലായിടത്തും ഉണ്ട്. ഞാൻ കീഴടങ്ങി പറയട്ടെ. അപ്പൊ നമ്മുടെ അടുത്ത കൊളാബറേഷൻ ഇൻസ്റ്റഗ്രാം. അലക്ക് ഇൻസ്റ്റാഗ്രാം. ഇപ്പോഴും വിശ്വാസമായിട്ടില്ല ടോസിന്. വെറുതെ എടാ വല്ല അടിച്ചരാ, വെയിറ്റ് ആക്ക്. അയ്യോ, ഇൻസ്റ്റാഗ്രാം വായിക്കണ്ട, കണ്ടോ? എനിക്ക് വിശ്വാസമായിട്ടില്ല എപ്പോഴും. എന്റെ മോനെ പൊളിക്കൂത്തേ. യെസ്, അപ്പൊ അടുത്ത ആളെ കയ്യിൽ കീഴടക്കി കിട്ടി. എടാ, എനിക്ക് വിശ്വാസമായിട്ടില്ല. ഞാനിപ്പോ ആ തെരിപ്പിലാ നിൽക്കണു, മനസ്സിലായോ? അതായത് ഇന്ന് തിങ്കളാഴ്ച ഇന്ന് രാത്രി പോസ്റ്റ് വന്നാ പറഞ്ഞത്. ഇനി എന്റെ ഒരു സാഹചര്യം കൊണ്ട് അത് മുടങ്ങിയാലും എനിക്കറിയില്ല. അതായത് വർക്ക് ഫിനിഷ് ചെയ്തു, ഓരോരുത്തർ സബ്മിറ്റ് ചെയ്തു, ഓരോ ഓക്കെ പറഞ്ഞു, അവർക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ. അപ്പൊ ഞാൻ അവരെ അക്കൗണ്ടിൽ അത് പോസ്റ്റ് ആവും. പ്രൗഡ് ഓഫ് യു. താങ്ക് യു. എടാ, പക്ഷെ എന്താ അറിയോ, ഇജ്ജിപ്പോ ഞെട്ടിയില്ലേ? പിന്നെ ആ ഞെട്ടല്ലേ ഞാനും. പക്ഷെ അത് പോസ്റ്റ് ആവണ വരെ എനിക്കൊരു ടെൻഷൻ. അതായത് ഇത്രയും ആഗ്രഹിച്ച് ഇത്രയും സാധനം നമ്മളൊരു 99% എത്തിയിട്ട് നല്ല ഒരു 1% ഉണ്ടാവില്ലേ പോസ്റ്റ് ആവില്ല എന്നുള്ളൊരിത്. ആ ടെൻഷനിലാണ് ഇപ്പൊ ഞാൻ. അപ്പൊ നമ്മളിനി അടുത്ത ആളേക്ക് പോവാം. എടാ, ഒന്നും വേണ്ട, ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയക്കാന്ന് പറഞ്ഞാൽ നല്ല സംഭവം. ശരിയാട്ടോ, അത് ഞാൻ അതായത് ആ എടാ പക്ഷെ ഉണ്ടല്ലോ, എന്നാലും ഇത്ര ആഗ്രഹിച്ച് നമ്മൾ സാധനം എത്തിയിട്ട് ഇതൊക്കെ വലിയ സംഭവം. മെസ്സേജ് ഇതൊക്കെ ഓക്കെ, നമ്മളത് അവരെ നമ്മൾ ചാറ്റ് ചെയ്ത് ഇത് അക്സെപ്റ്റ് ചെയ്ത് ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞ് പോസ്റ്റ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പോസ്റ്റ് ആയില്ലെങ്കിൽ ഒരു സങ്കടം ഉണ്ട്. പക്ഷെ എന്താ പോലും മെസ്സേജ് വളരെയധികം അൽഹംദുലില്ലാഹ്. അതായത് എങ്ങനെയും ഞാനൊരു ഇത് ഇവര് കുറെ പ്രാവശ്യം കേട്ടോ, ഞാൻ പിന്നെ ഇവൻ്റെ അടുത്ത് മാറുന്നു പറഞ്ഞോണ്ട്. കാരണം ബാക്കിയുള്ള 2 ആൾക്കടുത്ത് ഞാൻ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആളിലേക്ക് പോവാം. നമ്മള് അടുത്ത മെമ്പറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്, അഫീഫ്. അഫീഫ് ഇപ്പൊ 1 2 3 4ാമത്തെ തോന്നുന്നുണ്ട്. നാലാമത്തെ. അതായത് ഇത് അങ്ങനെ അതെനിക്ക് സംഭവം മനസ്സിലായില്ലേ? ഇവര് വന്ന് അഫീഫിന്റെ അടുത്ത് അന്ന് വിളിച്ചു പറഞ്ഞുള്ള സംഭവമാണ്. എന്താണ് ഒരു കാര്യം പറയാണ്ട്, പക്ഷെ അത് ഞാൻ നേരിട്ടേ പറയുള്ളൂ. ഇപ്പൊ നേരിട്ട് അഫീഫ് അത് പറയാൻ പറഞ്ഞപ്പോ ഞാൻ പറയും, പക്ഷെ അത് ഒരു വീഡിയോ എടുക്കുമ്പോഴാണ് അത് പറയുള്ളൂ. അപ്പൊ അഫീഫ് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഞാന് ഒരു സേവ് ദ ഡേറ്റ്. അയ്യോ, എന്റെ കല്യാണം ഒന്നുമല്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാം എനിക്ക് കുട്ടിയില്ല, നിക്കാവില്ല. അല്ല അപ്പൊ ഡയറക്റ്റ് ചോദ്യത്തിലല്ല. അപ്പൊ എന്താ വെച്ചാല് നമ്മളൊരു ടീമിനായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ ആ ടീമിനെ ഗസ് ചെയ്യാൻ പറ്റുമോ? ഇത് റിനാനുണ്ട് കേട്ടോ, ബാക്കിൽ റിനാൻ എന്നെ കാണിച്ചേ. ഇങ്ങനെ എന്നെ തന്നെ കാണിക്കും, ഞാൻ കാണിച്ചു. ഓക്കെ, അപ്പൊ റിനാനും ഉണ്ട് നമ്മളെ കൂടെ. അപ്പൊ 2 ആൾക്കും ഗസ് ചെയ്യാം. ഫസ്റ്റ് അഫീഫ് ഗസ് ചെയ്യും. എന്ത് ഒരു ക്ലൂ കണ്ടപ്പോ എത്ര ടീം? അല്ല, ടീം ഒരു ബ്രാൻഡിനായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. ബ്രാൻഡ് അപ്പൊ ഏത് ബ്രാൻഡാന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? അഡിദാസ്. അപ്പൊ അതിന്റെ എക്സ്പ്രഷന്റെ അർത്ഥം എന്താ? അതിന്റെ എക്സ്പ്രഷന്റെ അർത്ഥം അതൊക്കെ ഈ എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. കേരളത്തിന് പുറത്തുള്ള ഒരു ബ്രാൻഡാ. ഇന്ത്യന്റെ പുറത്തുള്ള ബ്രാൻഡാണോ? ഇന്ത്യന്റെ പുറത്തുള്ള ഒരു ബ്രാൻഡാണ്. എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ബ്രാൻഡാണോ? ഇന്റർനാഷണൽ. ഇതിപ്പോ എത്തിയല്ലോ ഓണത്തിന്. ഇന്റർനാഷണൽ ബ്രാൻഡാണ്. മനസ്സിലാവുള്ള പറയട്ടെ? എന്നോട് ചോദിക്കാം. റിനാൻ, എനി ഗസ്? ബിസിനസ് അല്ലേ? ബിസിനസ് ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യല്ലേ? ഇന്റർനാഷണൽ അല്ലേ?
പ്രൊമോട്ട് ചെയ്യല്ല. ബ്രാൻഡിന്റെ പേരല്ലേ പറയണ്ടേ? ബ്രാൻഡിന്റെ പേരല്ലേ പറയണ്ടേ? ബാൻഡിന്റെ പേരല്ലേ പറയണ്ടേ? ഇതെന്തത്? എന്താ ക്ലോത്തിങ്ങിന്റെ പരിപാടി കാണാൻ കരുതുന്നത്. അതിന്റെ ബ്രാൻഡ് പീറ്റർ ഇംഗ്ലണ്ട്. അപ്പൊ ഞാന് പറയാം, വൈഡ് അങ്ങനെ പറയല്ലേ. അപ്പൊ നമ്മള് കൊളാബറേറ്റ് ചെയ്യാൻ പോണ ബ്രാൻഡ് ഏതാന്ന് വെച്ചാൽ, അല്ല കയ്യടിക്കാൻ മാത്രമല്ല, അത് നീ തീരുമാനിക്കാം. വെയിറ്റ് അല്ല അത് ഞാൻ കാണിച്ചു. ഓര് കണ്ടിക്കണേ, ഓഡിയൻസ് ഒക്കെ കണ്ടിക്കണം. ഓഡിയൻസ് ഒക്കെ ഇവര് ഇപ്പൊ കുറെ ആൾക്കാർ കണ്ടിട്ടാവല്ലോ വരുന്നുണ്ടാവാ. നമ്മള് കൊളാബറേറ്റ് ചെയ്യണം. ഒരു ക്ലൂ കൂടി തരാം. ഐഷോ സ്പീഡ് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ബ്രാൻഡാ. ഓക്കിലിയോ? അല്ല, ഇൻസ്റ്റഗ്രാം. ഐഷോ സ്പീഡ് കൊളാബറേറ്റ് ചെയ്ത് പിന്നെ ഇൻസ്റ്റഗ്രാമിനായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്യണേ. ഇൻസ്റ്റാഗ്രാമിനേറ്റോ? അടിപൊളി. കൊളാബറേറ്റിംഗ് വിത്ത് ഇൻസ്റ്റഗ്രാം. ശരിക്ക് ഇൻസ്റ്റാഗ്രാമിന്റെ ഒഫീഷ്യൽ പേജ്. മെസ്സേജാ? 699 മില്യൺ മെസ്സേജ്. അതായത് അവർക്ക് നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടോണ്ട് എന്താണ് ഓരോ പേജിൽ നമ്മളെ ഫീച്ചർ ചെയ്യട്ടെ എന്ന് വെച്ചിട്ട് അവര് മെസ്സേജ് വീഡിയോ കൊടുത്തു. അതായത് എന്താ വെച്ചാല് കുറെ ആൾക്കാർ വന്നാൽ അവർക്ക് പ്രശ്നം എന്താ വെച്ചാൽ എല്ലാവരും റിട്ടേൺ കൺസെന്റ് വേണം. നമ്മളല്ലാതെ വേറെ ഫേസ് വീഡിയോയിൽ വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അങ്ങനെ കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അല്ല, ഞാന് ബാലി പോയപ്പോ ഒരു വീഡിയോ എടുത്തിരുന്നു. അപ്പൊ ഞാൻ കൺസെപ്റ്റ് ചേർത്തപ്പോ ഓരോക്കെ പറഞ്ഞപ്പോ ഒക്കെ സെറ്റായി. വീഡിയോ വെച്ചെടുത്തു, അതും ഒക്കെ ഓരോക്കെ പറഞ്ഞു. ഇതെന്നാ വെച്ചാല് ഇന്ന് രാത്രി പോസ്റ്റ് ചെയ്യാൻ പോകുന്നു. പക്ഷെ എന്താ വെച്ചാല് വേറെ സംഭവം ഉണ്ടാ, ഇതൊരു 99% റെഡിയാണ്, മനസ്സിലായോ? അയച്ചു കൊടുത്ത് ഇന്ന് പോസ്റ്റ് ചെയ്യുന്ന സമയം വരെ എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ അതിന്റെ ശേഷം അയച്ച മെസ്സേജ് ഒന്നും ഒരു കണ്ടിട്ടില്ല. അപ്പൊ എനിക്കറിയില്ല അതിന് നടക്കൂല്ലേന്ന്. അതായത് അനുവിനെ അറിയുന്നതായിരിക്കും. അനുവിന് ചെറിയ ക്ലൂ ഉണ്ട്. അതായത് അന്ന് എനിക്ക് ഈ മെസ്സേജ് വന്നപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. അപ്പൊ നമ്മളെ ഗ്രൂപ്പിൽ എല്ലാവരും ഇത് കണ്ടിക്കണം. അപ്പൊ എല്ലാവരും അന്ന് റിയാക്ട് ചെയ്തിന്. അപ്പൊ ഇനി ആ ഒരു സംഭവം അറിയുന്ന കിട്ടുമെന്ന് അറിയില്ല. അപ്പൊ ഇത് അറിയാത്ത നിങ്ങള് ഞാൻ ചോദിച്ചോക്കാം. ഇപ്പൊ ചോദിക്കണ്ട, അനുവിനോട് ആദ്യം ചോദിച്ചിട്ട് എടുക്കാം അവര് അല്ലേ. ഇതേ ഞെട്ടല് ഇതിനു മുമ്പ് കണ്ട എല്ലാവർക്കും അതേപോലെ എനിക്കും. അല്ല, സാധാ വീഡിയോയുടെ വേണ്ടി ഒരു ഏതിലെ കൊളാബറേറ്റ് ചെയ്യണ അറിയോ? നിഹാൽ അമീദിലല്ല, നിഹാൽ കേല്. അതായത് ഇന്റെ ഇങ്ങനത്തെ POV വീഡിയോസ് അതാണ് അവർക്ക് ഇഷ്ടം. അങ്ങനത്തെ സാധനത്തില് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ അപ്പോ എടാ ഇതെന്താ അറിയോ, എനിക്ക് ഇത് ഈ സംഭവം എനിക്ക് ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല. ഞാൻ അത് പോസ്റ്റ് ആവണ വരെ എനിക്ക് ആ വിശ്വാസം വന്നിട്ടില്ല. അപ്പൊ പിന്നെ അറിയാം. അപ്പൊ ഇത് ആക്ച്വലി ഈ വ്ളോഗ് പറയാൻ പറ്റില്ല. പക്ഷെ എന്താ വെച്ചാലേ ഈ വ്ളോഗ് അവര് കാണുന്നുണ്ടെങ്കിൽ അത് ഇത് പോസ്റ്റ് ആയിട്ടാവും കാണാം, മനസ്സിലായോ? അതെ, അതാണ്. ഇല്ലെങ്കിൽ വ്ളോഗ് ഇല്ല. അപ്പൊ നമ്മളെന്തായാലും അടുത്ത ആളിൽ കിടക്കാം. അടുത്ത നമ്പർ നമ്മളെടുത്തെത്തിയിട്ടുണ്ട്. അപ്പൊ KP, ഇതെന്താ വെച്ചാൽ ഇതൊരു ചോദ്യമാണ്. അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന, അതായത് ഒരു സന്തോഷകരമായ ഒരു കാര്യം ഉണ്ടായിക്കണേ. അപ്പൊ നടന്നാലാണ് ഈ വ്ളോഗ് വരുള്ളൂ, നടന്നില്ലെങ്കിൽ വ്ളോഗ് വരില്ല. അങ്ങനെയാണ് സംഭവം. അപ്പൊ എന്താ വെച്ചാല് ഞാനൊരു ടീമേറ്റ് കൊളാബറേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ അത് ഗസ് ചെയ്യാൻ പറ്റുമോ? അതാണ് സംഭവം. ടീം പറയണത് എന്തെങ്കിലും ബ്രാൻഡാണോ അതോ ഒരാളാണോ? ബ്രാൻഡ്, ഡ്രസ്, ക്ലൂ ഉണ്ടോ? കേരളത്തിന് പുറത്തുള്ള ബ്രാൻഡ്. 2 ക്ലൂ ആയിട്ടോ. അബിഡാസോ അഡിഡാസ്? നോ. എല്ലാരും ഇക്കാണല്ലോ തന്നെ ചോദിച്ചു. എന്താണ് നമുക്ക് അതാണല്ലോ മൈൻഡിൽ കാണുന്ന ബ്രാൻഡ് അതാണല്ലോ. നമ്മള് ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാ. ഡെയിലി യൂസ് ഒക്കെ ഉള്ള നാട്ടിലുണ്ട്, ഇന്റർനാഷണലുള്ള. അതല്ല, അങ്ങനെ ചില ബ്രാൻഡ് വലിയത് ബ്രാൻഡാണല്ലോ. അപ്പൊ കുഴപ്പമില്ല, അത്യാവശ്യത്തിലേറെ. നിനക്കറിയോ? വാച്ചാണോ? ബാസിൽക്കാർക്ക് അറിയില്ലപ്പോ? അന്നണ്ട് വരി. ബാസിൽക്കാർക്ക് അറിയില്ലല്ലേ? എന്തോ പറഞ്ഞു. അപ്പോ
എന്റെ ഫോൺ ഇടാ മറ്റേ ഫോൺ ഞാനന്ന് ഓർത്തിട്ടുണ്ട് അതൊക്കെ ക്ലൂ ആണ് ഫോൺ എന്നൊക്കെ പറയണത്. ക്ലൂ അല്ല അല്ല ഞാൻ കാണിച്ചു തരാനാ ഇതാ അപ്പൊ നമ്മള് അടുത്ത കൊളാബറേറ്റ് ചെയ്യാൻ പോണത് ഇൻസ്റ്റഗ്രാം. ഇൻസ്റ്റഗ്രാമിൽ കേട്ടോ അത് മെസ്സേജ് അന്ന് കോഴിക്കോട് നീ പറഞ്ഞു ആ ഞാൻ അത്ഭുതപ്പെട്ടാണ് കേട്ടോ ഇനി ഈ അത്ഭുതപ്പെട്. നയിച്ചേ പേര് പറഞ്ഞോ. അത് ഞാൻ മെസ്സേജ് വന്നു പറഞ്ഞു പിന്നെന്താ എനിക്കറിയില്ല. പിന്നെന്താ വെച്ചാൽ ഇപ്പൊ ഒരു 99% ഉള്ള ഒരു സ്റ്റേജിലേക്ക് എത്തിക്കണ്. പക്ഷെ എന്താ പറയുക എന്നാലും നമുക്ക് ഒരു 1% നമുക്ക് ഒരു പേടി ഉണ്ടാവല്ലോ നടന്നിട്ട് നടക്കില്ല എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ അതാണ് എന്തായാലും പൊളിച്ചു വെച്ചാ അതാണ് അല്ല എനിക്കിത് ഇത് ഈ വ്ളോഗൊക്കെ ഇത് നടന്നാലേ വരുള്ളൂ കേട്ടോ. നടക്കേണ്ടതാണ്. അവിടെ പോകാനോ മുട്ടേ എന്നാലും നമുക്ക് ടെൻഷൻ ആവല്ലേ എന്താണ് ഇത് സത്യാണോ നുണയാണോ അത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ബോധ്യം വരുള്ളൂ. അതിന്റെ ഒരു കുറെ കൊളാബ് കാണലുണ്ട് വീഡിയോ എഡിറ്റേഴ്സിന്റെ അങ്ങനത്തെ സാധനങ്ങളാ സാധാ അതായത് അവർക്ക് നമ്മളെ വീഡിയോസ് ഇഷ്ടമാണ്. അതായത് നിഹാലാമീദിത്തെ എഡിറ്റിംഗ് വീഡിയോസ് അല്ല നിഹാൽക്കത്തെ ഇങ്ങനത്തെ ഞാൻ എടുക്കണ അങ്ങനത്തെ വീഡിയോസ് അപ്പം ചെയ്തു കൊടുത്ത് മെയിലിൽ കൂടെ വീഡിയോ ഒക്കെ ചെയ്ത് അയച്ചു കൊടുത്തു. ഒരു അപ്രൂവലൊക്കെ തന്ന് പോസ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാ പറഞ്ഞോ ഇന്ന് ഇന്നോ പക്ഷെ എന്താ അറിയോ അതിന്റെ ശേഷം ഞാൻ അയച്ചൊരു മെസ്സേജിന് റിപ്ലൈ കിട്ടിയിട്ടില്ല. അത് 2 ദിവസം അയച്ചിട്ടാ മെസ്സേജ്. അപ്പൊ അതിന്റെ ടെൻഷൻ. അപ്പൊ ഞമ്മക്ക് ഇനി ചിലപ്പോ ഇനി ആൾക്കാരുണ്ടോന്ന് അറിയില്ല. കാരണം സമയം അതിക്രമിച്ചിരിക്കും. ഇനി പോസ്റ്റ് ചെയ്യാൻ സമയത്തേക്ക് പോവാണ്. അപ്പൊ ഇനി അടുത്തുണ്ടോന്ന് അറിയില്ല. അപ്പൊ ഉണ്ടെങ്കിൽ അടുത്ത ആളിലേക്ക് പോവാ. അപ്പൊ അതുവരെ ബൈ ബൈ. വീഡിയോ പോസ്റ്റ് ചെയ്തു ഇന്ന് ഇപ്പോഴും വിശ്വസിക്കാറ്റില്ല. ഞാനോട് പറഞ്ഞില്ലേ പേരെന്ന് പറഞ്ഞ വന്നിരിക്കും. ഞാൻ അങ്ങനെ ഫോണ് പിടിച്ച് കഴിഞ്ഞു. ഫസ്റ്റ് ഒന്ന് വാർത്ത വാസിലിക്കാണ് റിഫ്രഷ് മൊത്തം ചിരിപ്പിച്ച് കറക്റ്റ് 10 സാധനം വന്ന് ഹാപ്പി അല്ലേ? ഹാപ്പി. അതായത് എന്താ പറയല്ലേ പോസ്റ്റ് ചെയ്തു ഒഫീഷ്യലി പോസ്റ്റ് ചെയ്തു. ആ സൗണ്ട് കോപ്പിറൈറ്റ് അടിക്കും. ഇത് കാണിച്ചോക്കെ പിന്നെ ആകെ 203 ആൾക്കാരെ ഫോളോ ചെയ്യണല്ലോ. അതില് ഞങ്ങളൊരു ഫ്രണ്ട് ഉണ്ട്. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തു. മെസ്സിനും നിഹാലും മെസ്സിന്റെ മകളിലാരൊക്കെ നിഹാലൊക്കെ വിശ്വസിക്കാൻ പറ്റില്ലെന്നു. പ്രൗഡ് ഓഫ് യു ബ്രോ, പ്രൗഡ് ഓഫ് യു, പ്രൗഡ് ഓഫ് യു. ഇതെന്താ വെച്ചാലേ അനു ഇതിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടാവും എനിക്ക്. പക്ഷെ ഇതെന്തായാലും ഈ വ്ളോഗ് എന്റെ അനുലാവും. കാരണം അനു ഇപ്പൊ അവിടെ ഷൂട്ടിൽ തിരക്കിലായോണ്ടാണ്. അപ്പൊ എന്താ വെച്ചാല് ഇവരൊക്കെ ഈ തിരപ്പില് കണ്ട് എല്ലാരും അനുഭവിച്ച സാധനമാണ്. അപ്പൊ ആ തരിപ്പ് പോണതിന് മുമ്പ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഉൾപ്പെടുത്തത്. എന്താ എനിക്ക് ഈ അവസരത്തിൽ എന്താ പറയല്ലേ? ഈ അവസരത്തില് അതായത് ഈ അവസരം എത്തിപ്പെടാന് നമ്മളെ ഈ കൂട്ടുകാരൊക്കെ ഉള്ളതുകൊണ്ടാണ് എത്തിപ്പെട്ടത്. അപ്പോൾ എപ്പോഴും പഠിച്ചവനെയും കൂട്ടുകാരെയും പിന്നെ അതേപോലെ വീട്ടുകാരെയും എന്തെങ്കിലുമൊക്കെ കൂടെ നിന്ന് സഹായിച്ച എല്ലാവരെയും താങ്ക് യു സോ മച്ച്. ഇത് വ്ളോഗ് കാണുന്ന നിങ്ങളും ഇതിൽ ഒരു ഭാഗമാണ്. എന്നെ സപ്പോർട്ട് ചെയ്തതിലും മോട്ടിവേറ്റ് ചെയ്തതിലും എനിക്ക് ലൈക്ക് ചെയ്തതിലും കമൻറ്റ് ചെയ്തതിലും എല്ലാത്തിലും. അപ്പോൾ ആ മോട്ടിവേഷനിലാണ് ഞാൻ അടുത്ത വീഡിയോ ഉണ്ടാക്കിയത് എല്ലാതും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പൊ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അതായത് ഞാൻ എല്ലാരോടും ചോദിക്കുമ്പോ ഫസ്റ്റ് ഇതാ പറയാ എന്ത് വരുമോ ഇല്ലയൊന്നും അറിയില്ല. പക്ഷെ വന്നാ മാത്രമേ ഞാൻ ഈ വ്ളോഗ് ഇട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഈ വ്ളോഗ് സ്റ്റാർട്ടിങ് കുറച്ച് മുന്നേ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് തുറക്കുമ്പോഴും എടുക്കണത് പേജ് ഓപ്പൺ ആക്കണതും ഫോളോ ചെയ്തതും ഫോളോ ചെയ്യുന്ന വിചാരിച്ചില്ല. ഫോളോ ചെയ്ത് സീനായി. ഇൻസ്റ്റാഗ്രാമിൽ അധികം എല്ലാരും ഫോളോ ചെയ്തിട്ടൊന്നുമില്ല. 3 ആൾക്കാരെ ഫോളോ ചെയ്യണുള്ളൂ. അതിൽ കുറെ ആൾക്കാര് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഫോളോ ചെയ്തിട്ടൊന്നുമില്ല. ഹാപ്പി അല്ലേ? പിന്നെ ഹാപ്പി ആണോന്നോ ഇതൊക്കെ കാണാനായി കമന്റ് ഫുൾ സ്റ്റോറി ഫുൾ മെൻഷൻ എന്തേ അല്ല വേറെ ക്രിയേറ്റേഴ്സിനെ അങ്ങനെ ഫോളോ വന്നോണ്ട് നമുക്കിത് കാണാനായി ലൈവായിട്ട് കാണാനായി. ഇതിങ്ങനെ പോസ്റ്റ് ആവണതും ബാസിലിക്കാന്റെ 2 വാക്ക് കേൾക്കണം. ബാസിലിക്കാരി ഒരുപാട് സന്തോഷം. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മളെ ചെക്കന് ഇന്ന് ഇങ്ങനെ ഒരു ഇതിൽ എത്തിയത്. കാരണം ഒന്നല്ല ഞങ്ങൾ ചിന്തിച്ചു നോക്കുക ഇൻസ്റ്റാഗ്രാമിൻ്റെ ഞങ്ങൾ ആ പേജ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അത് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിനാണ്. അപ്പോൾ അതിൽ ഒരാകെ ഫോളോ ചെയ്യുന്ന 200 ചില ആൾക്കാരാണ്. അതിലൊന്ന് എന്റെ അപ്പുറത്തേക്ക് ഞാനാണ് നമ്മളെ ഫ്രണ്ടാണ് ഫോളോ ചെയ്ത് ആ അതായത് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിനോട് ആർക്കെങ്കിലും എന്തായാലും പറയുകയാണെങ്കിൽ നിയാലിനോട് പറയാ. ഡയറക്റ്റ് കോൺടാക്ട് നിയാലിനോട് പറയാം. അതായത് ഓര് കുറെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ വീഡിയോ അതിൽ ഇട്ടിക്കണെങ്കിലും
പക്ഷെ എല്ലാരും ഫോളോ ചെയ്തില്ല. അതായത് ഇനിയിപ്പോ നിയാല് മെസ്സേജ് കാണും ഇൻസ്റ്റാഗ്രാം, അതെ കാണും. ആരെ അക്കൗണ്ട് പോയാലും കാരണം നിങ്ങൾ തമ്മിൽ ആ ഒരു ബന്ധമായി. ഇൻസ്റ്റാഗ്രാമായിട്ട് കോൺടാക്ട്. അപ്പൊ ആർക്ക് എന്ത് പരാതി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാ. അപ്പൊ ചെക്കൻ ഡീൽ ചെയ്ത് തരും കേട്ടോ. അപ്പൊ എന്തായാലും ഹാപ്പി, ഞാൻ ഹാപ്പി, നിങ്ങൾ ഉമ്മാനോട് പറഞ്ഞോ? ഉമ്മാടെ പറഞ്ഞു, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ വെച്ചാല് ഇനിയിപ്പോ അനുവിന്റെ അടുത്ത് പോയിട്ട് ബാക്കി കാണാം. ഇത്രയും ആൾക്കാരെല്ലാരും കഴിഞ്ഞ് നമ്മൾ ഫൈനലി ജിംഷാന്റെയും അനുവിന്റെയും എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ അക്കൗണ്ട് തുടങ്ങാൻ കാരണക്കാരെ അനുവിന്റെ അടുത്ത് ടെൻഷനാണ്. ജിംഷാരി അപ്പൊ അതായത് ഞാൻ ഒരു എഡിറ്റിംഗ് പേജ് മാത്രമായിരുന്നു ഞാന്, അതായത് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ട് എഡിറ്റുകൾ മാത്രം എന്റെ ഫേസ് കാണിക്കാണ്ട് ക്യാമറ പുറകെ നിന്നിട്ട് എപ്പോഴും ഇട്ടിരുന്നത് ഞാൻ. അനു പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് ഫ്രണ്ടിൽ വന്ന് ചെയ്യാൻ ചെയ്തുകൂടെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് അക്കൗണ്ട് അനുവിന്റെ ഫ്രണ്ടിൽ നിന്ന് അനു ആണ് അക്കൗണ്ട് തുടങ്ങിപ്പിച്ചത് എന്നെ കൊണ്ട്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് പേരിട്ടത് തന്നെയാണ്. കുറച്ച് ദിവസം അപ്പൊ അനു പറഞ്ഞ ഈ പേരിട്ടുണ്ടായിരുന്നപ്പോ ലാസ്റ്റ് ഞാൻ എക്സെപ്റ്റ് ചെയ്ത് പേര് ഇട്ടെന്നു. അന്ന് നമ്മൾ ഇട്ട പാസ്വേഡാണ് ഇപ്പോഴത്തെ പാസ്വേഡ്. പക്ഷെ ഇപ്പൊ പറയുന്നത് അക്കൗണ്ട് പോകുന്നു. സോ മച്ച്. ഭയങ്കര സന്തോഷം. കാരണം നിയാലെ പോലെ അങ്ങനെ തീരെ ഓന്റെ ഫേസ് കാണിക്കാതെ കണ്ടിട്ട് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പം എനിക്ക് അന്ന് മുതലേ നിയാലെ സപ്പോർട്ട് ചെയ്യണ പോലെ തന്നെ ഞാൻ ഈ കൂട്ടത്തിലുള്ള എല്ലാവരും ഒരു പണി പുതുതായി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഏറ്റവും സപ്പോർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ചെയ്യാനുണ്ടാവും. അപ്പൊ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു ഇതിങ്ങനെ സ്റ്റാർട്ട് ഇങ്ങനെ ചെയ്യാം അങ്ങനെ നിയാലിനെ ഒരു മൂന്നാളിനെ കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു ഇങ്ങനെ പോയി. പിന്നെ നിയാലിനെ ഒരു ട്രാക്ക് കിട്ടി, ഇങ്ങനെയൊക്കെ പോയാൽ മതി. പിന്നെ ചോദിച്ചിട്ടൊന്നുമില്ല. അപ്പൊ എന്തായാലും അൽഹംദുലില്ലാ മാഷാഅല്ലാ അത് കറക്റ്റ് ട്രാക്കിലായി. അതിപ്പം ഇൻസ്റ്റഗ്രാം വരെ റെക്കഗ്നൈസ് ചെയ്ത്, ഇൻസ്റ്റഗ്രാം നല്ല ടാലന്റ് റെക്കഗ്നൈസ് ചെയ്ത് ഓരോ റീപോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാല് അത് വളരെ വലിയ കാര്യമാണ്. കാരണം അത്രയും മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റഗ്രാം, അതായത് നമ്മളെ എവിടെയാണോ കാല് കുത്തിയോണ്ട് ഞങ്ങള് കളിക്കുന്നത്, നമ്മളെ പ്ലേ ഗ്രൗണ്ടിലത്തെ ഹോം ഗ്രൗണ്ടിലത്തെ ആൾക്കാർ തന്നെ നമുക്ക് ഒരു അവാർഡ് തരുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സോ ഫീൽ സോ ബ്ലെസ്ഡ്. അല്ല, ഞാൻ അനുവിന്റെ അടുത്ത് പിന്നെ പറയാത്തെന്ന് വെച്ചാൽ അനു ഇത്രയും തിരക്കിൽ ഒരു ബുദ്ധിമുട്ടാവുന്ന ഭയങ്കര തിരക്കാണ്. തിരക്ക് പിടിച്ചിട്ടേ അല്ലാതെ വരാൻ പറ്റായിട്ടോ. അല്ലാതെ ഇപ്പൊ എന്റെ അർബാനിയയില് പോലും കയറിയിട്ടില്ല. എന്റെ അർബാനിയയില് ഇന്ന് പറയണേ അത് ഞാൻ സൽമാന് ഞാൻ നോട്ടീസ് ചെയ്ത് വെച്ചിരിക്കണേ. ഓലറിയണേ അർബാനിയുടെ ഉള്ള എങ്ങനെയാണ് എന്റെ അടുത്തേക്ക് അർബാനി എടുത്തിട്ട് ഒരു മാസത്തിന്റെ മേലായി. 1.5 മാസമായിട്ട് നമ്മളായിട്ട് ബന്ധമല്ല. അതല്ലേ കറക്റ്റല്ലേ, കുഴപ്പമില്ല. ഇപ്പൊ സ്റ്റുഡിയോ മോണിൽ അപ്പൊ എന്താ വെച്ചാല് ഞാൻ എല്ലാവർക്കും ഇവരുടെ അടുത്തേക്ക് ഞാൻ റിയാക്ഷൻ ആയിട്ട് എത്താത്ത വെച്ചാൽ അനുവിന്റെ അടുത്തേക്കാണെങ്കിൽ നമ്മളെ കൂട്ടുകാരത്തേക്കാണെങ്കിൽ എത്താത്ത വെച്ചാൽ എത്താത്തത് എന്താന്ന് വെച്ചാൽ ഞാൻ ഗ്രൂപ്പിൽ ഓൾറെഡി അന്ന് ഇട്ടിരുന്നില്ല ഒരു സ്ക്രീൻഷോട്ട് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് പറഞ്ഞു. അപ്പൊ പിന്നെ ഇവർക്ക് അറിയാം ഏകദേശം. ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ഇവരുടെ അടുത്താണത് കാണിച്ചത്. ഞാൻ എന്താ വെച്ചാൽ ബാക്കിയുള്ളവരെ എന്താ വെച്ചാൽ ഈ വീഡിയോയിൽ റിയാക്ഷൻ എടുത്തിട്ടുണ്ട്, പറയണത് അഫിൻ്റെതും ഇവരൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ആദ്യം കണ്ടില്ല, അപ്പോൾ അവർ റിയാക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ജിംഷാദും ഇവരെല്ലാവരും കൂടിയിട്ടാണ് ഇന്നൊരു ഈ ഒരു നിലയിൽ എത്തിച്ച് ഞാൻ എത്തിയെന്ന് പറയുമ്പോൾ വലിയ സംഭവമായിട്ടൊരു നിലയിലെത്തി, ഞാൻ അടിപൊളിയായി ജീവിതം കീഴടക്കി അങ്ങനെയല്ല കേട്ടോ. അതായത് ഇതൊരു അച്ചീവ്മെന്റ്, ഈ ഒരു അച്ചീവ്മെന്റ് കിട്ടിയതിൽ ഇവരെല്ലാവരും എൻ്റെ അച്ചീവ്മെന്റിൽ ഭാഗമാണ്. അപ്പോൾ വളരെ സന്തോഷം എന്ന് കൂടെ ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. ജിംഷാദ് എങ്ങനെ കാണുന്നു? ഇങ്ങനെ ഇതിപ്പോ എന്താ പറഞ്ഞേ? അത് അവർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവും. നിഹാല് പറഞ്ഞാല് ഞാൻ നിഹാലിന്റെ വീഡിയോ കാണുന്നത് ഇതിന്റെ മുന്നേ മറ്റേ ഒരു എന്താ കൊച്ചിയിലത്തെ ഒരു വീഡിയോ ഉണ്ട്, ആ വീഡിയോ ആണ് ഫസ്റ്റ് കാണുന്നത്. അപ്പോൾ അന്ന് മുതലേ ഓനെ ഫോളോ ചെയ്യുന്നില്ല ഇനി. പക്ഷെ വീഡിയോസിന്റെ നമ്മള് എന്താ ഇപ്പൊ ഇതെങ്ങനെ എഡിറ്റ് ചെയ്ത് ഇതൊന്നും ഈ അടിപൊളി എഡിറ്റിംഗ് ആണല്ലോ ഭയങ്കര ചിന്തിച്ച്. പിന്നെ ഞാൻ ഇവനെ പരിചയപ്പെട്ടപ്പോൾ നല്ലൊരു ചെക്കനാണ്. അപ്പോൾ ഓൻ്റെ എന്താ പറയാ, ഓൻ്റെ ഓരോ സ്റ്റെപ്പായി കയറണത് നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിലേറെ അപ്പുറമായിട്ടാണ് ഓൻ കയറണത്. അതിന് ഭയങ്കര അപ്രീസിയേഷൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. പ്രതീക്ഷകളിൽ അപ്പുറം കയറുന്നതിൽ കാരണക്കാർ നിങ്ങൾ എല്ലാവരും കൂടിയാണ്. അപ്പോൾ താങ്ക് യു. പക്ഷേ ഈ ഇടയായിട്ട് എൻ്റെ കഴിവ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നില്ല. അതിനുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോഴും പറയലുണ്ട് എന്തെങ്കിലും എന്തെങ്കിലും പരിപാടി തുടങ്ങിക്കോ, അല്ലെങ്കിൽ എൻ്റെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യും, അല്ലെങ്കിൽ പഴയ പോലെ വീഡിയോസ് ഇറക്കുക. അതിനൊന്നും ബോസിന് ഇപ്പൊ ടൈമില്ല. പല പല രാജ്യങ്ങളിലും പല പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച് ബിസിനസ് അപ്പൊ ഇൻഷാല്ലാ
അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ഒരു ചെറിയ, അതായത് ഉമ്മാനെയും ഇപ്പാനെയും പിന്നെ അനിയന്മാരൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇത് സമയം ഞാൻ ഇവിടെയാണ്. അപ്പോൾ അത് ഓൾറെഡി പോസ്റ്റായി കഴിഞ്ഞപ്പോൾ അപ്പോൾ എന്തായാലും ഓരോ റിയാക്ഷൻസ് ഞാൻ ഫോണിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ട്, അതായത് റീൽ ടൈപ്പ് സാധനങ്ങൾ. അപ്പോൾ അത് ഞാൻ എന്തായാലും ഷോർട്സിൽ ഇടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരും സപ്പോർട്ടോട് കൂടിയാണ് ഈ ഒരു സംഭവം നേടാനും പറ്റിയത്. അതേപോലെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു ചെറിയ വ്ളോഗാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചെറിയ വ്ളോഗ് കണ്ടതിൽ താങ്ക് യു സോ മച്ച്. അപ്പോൾ ബൈ.